എല്ലാവർക്കും നമസ്കാരം. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല പഞ്ഞിക്കെട്ട് പോലെ സോഫ്റ്റായ നല്ല തൂവെള്ള നിറത്തിലുള്ള ക്രിസ്മസ് സ്പെഷ്യൽ വട്ടയപ്പമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ബേക്കറികളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്നതിലും വളരെയേറെ സോഫ്റ്റും വളരെയേറെ ടേസ്റ്റുമുള്ള ഈ പഞ്ഞി പോലെയുള്ള വട്ടയപ്പം എങ്ങനെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒരു കപ്പ് നല്ല പച്ചരി, 5-6 പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 250 മില്ലി കപ്പിൽ 1 കപ്പ് പച്ചരി. അതൊരു വലിയ ബൗളിലേക്കിട്ട് ഒരു 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകി നല്ല വെള്ളം ഒഴിച്ച് നമുക്കിത് ഒരു 4 മണിക്കൂർ സോക്ക് ചെയ്യണം, കുതിരുന്നതിനായിട്ട് വെക്കണം. 4 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളിതൊരു അരിപ്പ പാത്രത്തിലേക്ക് അരിച്ച് വെച്ച് വെള്ളമെല്ലാം തോർന്ന് കഴിയുമ്പം മിക്സിയുടെ വലിയ ബൗളിലേക്ക് ഇട്ട് 1/2 കപ്പ് വെള്ളം, 125 ml വെള്ളം ചേർത്ത് നന്നായിട്ട് തരിയില്ലാതെ ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വലിയൊരു ബൗളിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് 2 ചെറിയ തവി മാവ് വേറൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ മാവാണ്, ചെറിയ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്ത് മാറ്റി വെച്ച അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് തുടരെ ഇളക്കി കുറുക്കിയെടുക്കണം. കപ്പി കാച്ചുക എന്ന് പറയും. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് വട്ടയപ്പം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കുറുക്കിയെടുക്കണം. ഇനി നമ്മൾ അരി അരച്ച അതേ ബൗളിൽ തന്നെ നമുക്ക് ഇത് ഒരുവിധം ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് കുറുക്ക് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 കപ്പ് പഞ്ചസാര, അതുപോലെ ഒരു 4 ഏലക്കായുടെ അരി മാത്രം, പിന്നെ നല്ല ഇളവൻ തേങ്ങ, നല്ല പച്ച തേങ്ങ, 1 കപ്പ് തേങ്ങ ചുരുണ്ടിയത്. തേങ്ങയുടെ ആ ബ്രൗൺ ഭാഗമൊന്നും അധികം വരാതെ എടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, ഇത്രയും ചേർത്ത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്ത് നമ്മൾ നേരത്തെ അരി അരച്ച് വെച്ചിരുന്ന ആ കൂട്ടിലേക്ക് നമ്മൾ ഈ തേങ്ങ അരച്ച കൂട്ടും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സൗകര്യത്തിന് വിസ്ക് വെച്ചാണ് നന്നായിട്ട് മിക്സ് ചെയ്തിരിക്കുന്നത്. ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ അടിച്ചിത് നന്നായിട്ട് പതപ്പിച്ച് വെക്കണം. അപ്പോഴാണ് വട്ടയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. ഇത് സ്കിപ്പ് ചെയ്യരുത്, നന്നായിട്ടിത് പതപ്പിച്ച് എടുത്തിട്ട് ഇതൊരു 2 മണിക്കൂർ നമുക്ക് മൂടി വെക്കാം. കണ്ടില്ലേ, ഇപ്പം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടിത് ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. ആ ബൗളിൻ്റെ ഏകദേശം ടോപ്പ് വരെ എത്താറായിട്ടുണ്ട്. അതുപോലെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു മീഡിയം 2 സ്റ്റീൽ കിണ്ണത്തിലേക്ക് നെയ്യൊക്കെ പുരട്ടിയിട്ട് സ്റ്റീമറിൽ വെള്ളം വെട്ടി തിളയ്ക്കുമ്പോൾ ഈ പാത്രം, നെയ്യ് പുരട്ടിയ പാത്രം അതിലേക്ക് വെച്ച് ഒന്ന് ചൂടാകണം. ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ വട്ടയപ്പത്തിൻ്റെ മാവ് മെല്ലെ ഒന്ന് ഇളക്കി നമുക്കിതിൽ നിന്നൊരു 4-5 തവി മാവ് പാത്രത്തിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 5 തവി മാവ് ഒഴിച്ചിട്ടുണ്ട്, ഏകദേശം പാത്രത്തിൻ്റെ നടുഭാഗം വരെ. ഇനി മൂടി വെച്ച് നമുക്കിത് കറക്റ്റ് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്ക്യൂവർ കൊണ്ടൊന്ന് കുത്തി നോക്കാം. അപ്പം അതിൽ പറ്റി പിടിച്ചിട്ടില്ല, നന്നായിട്ടിത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീമറിൽ നിന്ന് മാറ്റാം. എനിക്ക് ഈ അളവിൽ 3 പാത്രം വട്ടയപ്പം കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയ പാത്രത്തിലും 2 മീഡിയം പാത്രം, അങ്ങനെ 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. 2 ദിവസം ഇരുന്നാലും ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഒന്നും പോകത്തില്ല. അപ്പം ഈസി ആയിട്ട് നമുക്ക് അതീവ രുചികരമായ ഈ വട്ടയപ്പം വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഈ ക്രിസ്മസിന് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വട്ടയപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.